കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ ഏവരും ഉറ്റുനോക്കുന്ന ഒരേ ഒരു മണ്ഡലം തൃശ്ശൂരാണ്. സുരേഷ് ഗോപി ജയിക്കുമോ എന്നുള്ളതാണ് കേരളത്തിൽ ഉടനീളം ചോദിക്കുന്നത്. ആലപ്പുഴ വോട്ട് ചെയ്തവനും തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയും വോട്ട് ചെയ്ത വോട്ടർമാരും ചോദിക്കുന്നു തൃശ്ശൂര് സുരേഷ് ഗോപി എടുക്കുമോ എന്ന്. ഈ ചോദ്യത്തിന് ഉത്തരം തേടി വിവിധ മാധ്യമങ്ങൾ, മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തലങ്ങും വിലങ്ങും പായുകയാണ്. പക്ഷേ ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ ഞങ്ങളും ആളല്ല. പക്ഷേ നമ്മൾക്ക് കിട്ടിയ ചില കാര്യങ്ങൾ, ചില നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ, അവർ രഹസ്യമായും പരസ്യമായും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ സുരേഷ് ഗോപി ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് അനുമാനിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം മുതൽ തന്നെ ഇത് ആരംഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തത് അവിടുത്തെ MP ആയിരുന്ന TN പ്രതാപൻ, അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥി ആയിരുന്നു, പിന്നീട് അവിടെയൊക്കെ K മുരളീധരൻ വരികയായിരുന്നു. TN പ്രതാപൻ പറഞ്ഞത് CPM അവരുടെ ഒരു ബൂത്തിൽ നിന്ന് 25 വോട്ട് വീതം 31,000-ഓളം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് മറിച്ചു കൊടുക്കാനുള്ള ധാരണയായിരിക്കുന്നു, ഡീൽ ഉറച്ചിരിക്കുന്നു എന്ന്. നമ്മളെ അതിശയിപ്പിച്ച ഒരു പ്രസ്താവനയായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെ തന്നെ, അതായത് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് K മുരളീധരനോടൊപ്പം പ്രചരണത്തിൽ ഉടനീളം നിറഞ്ഞു നിന്ന നേതാവ് പറയുന്നത് ഇതാ CPM BJPക്ക് വോട്ട് മറിച്ച് നൽകുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് TN പ്രതാപൻ ഉദ്ദേശിച്ചത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ കോൺഗ്രസിന് ലഭിക്കട്ടെ എന്ന് കരുതിയാണോ, അതോ അദ്ദേഹം തോൽക്കും എന്നൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തങ്ങളുടെ പോക്കറ്റിലുള്ള കുറേ വോട്ടെങ്കിലും, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ വോട്ടെങ്കിലും സുരേഷ് ഗോപിക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണോ പറഞ്ഞതെന്നറിയില്ല. ഏതായാലും ആദ്യ വെടി അതായിരുന്നു. ഉച്ചയോടുകൂടി K മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, ചില കാര്യങ്ങൾ എനിക്കും പറയാനുണ്ടെന്നാണ്. അന്നേ ദിവസം വൈകുന്നേരത്തോടടുപ്പിച്ച്, അതായത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ CPIയുടെ നേതാവ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുമായ VS സുനിൽകുമാർ പറഞ്ഞത് ഒല്ലൂര് 10,000-ഓളം വോട്ടുകൾ BJP അധികമായി ചേർത്തിട്ടുണ്ട്. ഈ വോട്ടർമാർ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്നവരല്ല, അതിൻ്റെ അടുത്തുള്ള ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്നവരാണ്. അവരെ ഈ ഒല്ലൂരിൽ കൊണ്ടുവന്ന് വിവിധ ഫ്ലാറ്റുകളുടെ നമ്പരും പേരുമൊക്കെ നൽകി വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുകയായിരുന്നു എന്നാണ്. അവിടം കൊണ്ട് പ്രസ്താവനകൾ അവസാനിച്ച ശേഷം നമ്മൾ BJPക്കാരോട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ അന്വേഷിച്ചു, എന്താണ് സാധ്യതകളുണ്ടോ എന്ന്. അപ്പോൾ അവർ നൽകിയ ഒരു വിവരം ഇതായിരുന്നു. അവർ പറഞ്ഞത് തങ്ങൾ തൃശ്ശൂർ, മണലൂർ, ഇരിങ്ങാലക്കുട, പുതുക്കാട് തുടങ്ങിയ ഇടങ്ങളിൽ ഒന്നാമതെത്തും. 4 നിയമസഭാ മണ്ഡലങ്ങളിൽ തങ്ങൾ ഒന്നാമതെത്തും. പക്ഷേ ഗുരുവായൂരും നാട്ടികയിലും തങ്ങൾ ഏറെ പിന്നിൽ പോകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഏറെ പിന്നിൽ പോവുകയാണ് എങ്കിൽ അല്പം ബുദ്ധിമുട്ടേണ്ടി വരുമായിരിക്കും എന്ന് അവർ പറയുകയുണ്ട്. പക്ഷേ പിന്നിൽ പോകില്ല എന്നവർ പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം K മുരളീധരൻ്റേതായ മറ്റൊരു വാക്കുകൾ വൈറലായി മാറുന്നത്. K മുരളീധരൻ പറയുന്നത് ഈ നാട്ടികയിലും ഗുരുവായൂരുമൊക്കെ വലിയ രീതിയിൽ ക്രോസ് വോട്ടിംഗ് നടന്നിരിക്കുന്നു സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടെന്ന്. അതായത് ഈ BJPയുടേതും അവിടെ മത്സരിച്ച പ്രതിപക്ഷ സ്ഥാനാർത്ഥികളുടെയും പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം വലിയ രീതിയിൽ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകി എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ശ്രദ്ധേയപരമായ ഒരു കാര്യം, അത് നേരത്തെ തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നൊരു കാര്യമുണ്ട്. ഏതാണ്ട് വലിയൊരു ശതമാനം പുതു വോട്ടർമാരെ ചേർക്കാൻ BJPക്ക് തിരുവനന്തപുരത്തും തൃശ്ശൂരും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നേട്ടം എന്തായാലും, ആ വോട്ടുകളുടെ നേട്ടം ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, ആ വോട്ടുകളുടെ നേട്ടം ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും BJPക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കാരണം പുതിയതായിട്ട് 18 വയസ്സ് കഴിഞ്ഞ വോട്ടർമാരെ ചേർക്കുന്നതിൽ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചേർത്ത 2 ലോക്സഭാ മണ്ഡലങ്ങളൊന്ന് തൃശ്ശൂരും മറ്റൊന്ന് തിരുവനന്തപുരവുമായിരുന്നു. തൃശ്ശൂർ അനവധി തവണ ഗൃഹസമ്പർക്ക പരിപാടികൾ ഉൾപ്പെടെ അവിടെ BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും നടത്തുകയുമുണ്ടായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ സാധാരണഗതിയിൽ തോറ്റതിന് ശേഷം ന്യായീകരണങ്ങൾ കണ്ടെത്തുന്ന പതിവുണ്ടെങ്കിൽ ഇത് തോക്കുന്നതിന് മുൻപ് തന്നെ ഡീൽ നടന്നു എന്നും വോട്ടുകൾ മറിക്കപ്പെട്ടുവെന്നും വോട്ടുകൾ ഷെയർ ചെയ്യപ്പെട്ടുവെന്നുമൊക്കെയുള്ള ഒരു പ്രസ്താവനകളാണ് വരുന്നത്. ഇത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഈ CPIയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പ്രസ്താവനകൾ വരുന്നു. എന്നാൽ BJP കഴിഞ്ഞ ദിവസം അവരുടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരുടെ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഉള്ള കണക്കുകൾ എടുത്തപ്പോൾ അവർ പറയുന്നത് സുരേഷ് ഗോപി ഒരു 20,000-നും 25,000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് ഈ വാർത്തയുടെ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം
തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇതൊരു എക്സിറ്റ് പോളല്ല, പ്രീ പോളല്ല, പ്രവചനമല്ല, മറ്റൊന്നുമല്ല. അവിടെ കേട്ട കാര്യങ്ങളും അവിടെ പറഞ്ഞ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളും ഒപ്പം തന്നെ വിവിധ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങളും പുറത്തിണക്കിക്കൊണ്ട് മാത്രം ചെയ്ത ഒരു എപ്പിസോഡാണിത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സൂചന പ്രേക്ഷകർക്ക് എങ്ങനെയാണ് മനസ്സിലായത്, ഇല്ലെങ്കിൽ പ്രേക്ഷകർ എങ്ങനെ വിലയിരുത്തുന്നതെന്ന് ഇതിന് താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാവുന്നതാണ്. കാരണം നമുക്ക് അങ്ങനെയുള്ള ഒരു കൃത്യമായ റിപ്പോർട്ടിങ്ങിലേക്ക് പോകാനിപ്പോൾ കഴിയില്ല. കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും പാലിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. ഇതാണ് ഇന്നത്തെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിൻ്റ് അനാലിസിസിന് വേണ്ടി തിരഞ്ഞെടുത്ത വിഷയവും. നന്ദി, നമസ്കാരം.